ശബരിമല സന്നിധാനത്തേക്ക് രണ്ട് യുവതികളെ പ്രവേശിപ്പിച്ച CPM-ന്റെ ഇരട്ടത്താപ്പ് നമ്മൾ കണ്ടതാണ്. 41 ദിവസത്തെ പുണ്യവ്രതമെടുത്ത കല്ലും മുള്ളും നിറഞ്ഞ കാനനപാത താണ്ടി ശബരിമല സന്നിധാനത്ത് അയ്യപ്പന്റെ തിരുമുന്നിലെത്തി തങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ആവലാദികളും അയ്യപ്പന്റെ മുന്നിൽ പ്രാർത്ഥിച്ച് നെയ്ത്തേങ്ങയുടച്ച മലയിറങ്ങുന്ന അയ്യപ്പ ഭക്തരെ കേരളം കാണുന്നതാണ്. അവിടെ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല. അവിടേക്കാണ് ഭക്തരുടെ മനസ്സിൽ തീക്കോരിയിട്ട സുപ്രീം കോടതി വിധിയുടെ മറപിടിച്ച രണ്ട് യുവതികളെ ശബരിമല സന്നിധാനത്തേക്ക് CPM-ഉം സർക്കാരും കയറ്റിയത്. അതിന്റെ പ്രായശ്ചിത്തമെന്നോണമാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം പമ്പ തീരത്ത് സർക്കാർ നടത്തിയത്. ഈ അയ്യപ്പ സംഗമം നടത്തിയതിന് പിന്നാലെ കേരളത്തിലെ NSS നേതൃത്വം, അതിന്റെ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ സംസ്ഥാന സർക്കാരിനെ വാനോളം പാടി പുകഴ്ത്തുന്നത് നമ്മൾ കണ്ടു. സർക്കാർ ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. സുകുമാരൻ നായർ സംസ്ഥാന സർക്കാരിനെ പിന്തുണച്ചതോടുകൂടി NSS-ലെ ഒരു വലിയ വിഭാഗം അദ്ദേഹത്തിനെതിരായി. അവരോട് അദ്ദേഹം പറയുന്നത് താൻ പറയുന്നതാണ് ശരിയെന്ന് കാലം തെളിയിക്കുമെന്നാണ്. എന്താണ് സുകുമാരൻ നായരെ താങ്കൾ പറയുന്ന കാര്യത്തിൽ ശരിയുള്ളത് എന്നാണ് കേരളം ചോദിക്കുന്നത്. ശബരിമലയിലെ യുവതീ പ്രവേശന വിധി വന്നതിന് പിന്നാലെ തിടുക്കപ്പെട്ട് സന്നിധാനത്തേക്ക് സ്ത്രീകളെ കയറ്റിയ CPM എന്തുകൊണ്ട് ആ വിഷയത്തിൽ നിന്ന് മലക്കം മറിയുമെന്ന് ചോദിച്ചാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ സ്ഥാനാർത്ഥികൾ കേരളത്തിൽ അടപടലം തോറ്റതുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് CPM അതിൽ നിന്ന് പിന്മാറിയത്. കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികളുടെ മാത്രമല്ല, മറ്റു മതസ്ഥരുടെ വോട്ടുകൾ പോലും തങ്ങൾക്ക് ലഭിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് CPM ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നോക്കം പോയത്. ഇത് സുകുമാരൻ നായർക്ക് അറിയാഞ്ഞിട്ടല്ല. ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. കാരണം കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല. 10 വർഷമായി കേരളത്തിൽ അധികാരത്തിന് പുറത്താണ് കോൺഗ്രസ്. 2014 മുതൽ കേന്ദ്രത്തിലും കോൺഗ്രസിന് അധികാരമില്ല. പിന്നെ ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് എന്ത് ചെയ്യാനാണ്? കോൺഗ്രസിന് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. കോൺഗ്രസ് പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഭക്തർക്ക് താല്പര്യമുള്ള രൂപത്തിൽ തങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ്. സുകുമാരൻ നായർക്ക് ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ സുഖിപ്പിക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി പാദസേവ ചെയ്യുന്ന CPM-ന്റെ സുകുമാരൻ നായരുടെ CPM പ്രേമം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുകുമാരൻ നായർ തനിക്കെതിരെ വലിയ വിമർശനം ഉയർത്തിയിട്ടും NSS-ന്റെ കരയോഗം ഭാരവാഹികൾ ഉൾപ്പെടെ, NSS പ്രതിനിധി സഭയിലെ അംഗങ്ങൾ ഉൾപ്പെടെ, NSS-ന്റെ സാധാരണക്കാരായ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ വലിയ പ്രതിഷേധമുയർത്തിയിട്ടും സുകുമാരൻ നായർ തന്റെ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സുകുമാരൻ നായർക്ക് പിണറായി വിജയനിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളി നടേശനും മറുഭാഗത്ത് സുകുമാരൻ നായരെയും ഇരുത്തി തനിക്ക് വീണ്ടും ഭരണത്തിലെത്താമെന്നാണ് പിണറായി വിജയൻ കരുതുന്നത്. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. പെരുന്നയിലെ പോപ്പെന്ന് സ്വയം അവകാശപ്പെടുന്ന സുകുമാരൻ നായർ പറഞ്ഞാൽ നായർ സമുദായത്തിലെ അംഗങ്ങൾ പോലും കേൾക്കില്ല എന്ന യാഥാർത്ഥ്യം ഇപ്പോഴും പിണറായി വിജയന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. സുകുമാരൻ നായരുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമാണ് NSS-നകത്ത് വരുന്നത്. സുകുമാരൻ നായർക്കെതിരെ പരസ്യമായി ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നു കരയോഗം അംഗങ്ങൾ. സുകുമാരൻ നായർക്കെതിരെ പരസ്യമായ പ്രസ്താവനകൾ ഇറക്കുകയാണ് കരയോഗം പ്രസിഡന്റുമാർ. ഇത്തരത്തിൽ പലപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM-നെയും തള്ളിപ്പറഞ്ഞ, അല്ലെങ്കിൽ അവരെ എതിർത്ത സുകുമാരൻ നായരുടെ നിലപാട് മാറ്റം എന്തുകൊണ്ടാണെന്ന് NSS-ലെ അംഗങ്ങളും കേരളീയ പൊതുസമൂഹവും ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. സുകുമാരൻ നായരുടെ ഈ ഇരട്ടത്താപ്പ് കൊണ്ടൊന്നും CPM-നെ രക്ഷിച്ചെടുക്കാൻ കഴിയില്ല. CPM ഈ വിഷയത്തിൽ സുകുമാരൻ നായരെ എത്ര താലോലിച്ചാലും, സുകുമാരൻ നായർ തിരിച്ച് CPM-നും പിണറായി വിജയനും എത്ര താരാട്ടുപാടിയാലും കേരളീയ സമൂഹം പഴയതൊന്നും മറക്കുകയുമില്ല. പിന്നെ NSS-ന്റെ വോട്ട് ബാങ്ക് മുഴുവൻ സുകുമാരൻ നായരുടെ പോക്കറ്റിലല്ല എന്ന നിങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും.